ആമിനയും ഫൈസിയും ഒരുമിച്ച് കോളേജ് കഴിഞ്ഞ് വീട്ടിലോട്ടേക്ക് പോയി. ഡോക്ടർ ഫൈസി ആമിനയെ വീട്ടിലെത്തി അവിടെ ഇറക്കുകയും ചെയ്തു. അതിനിടയിൽ ഇവർ ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. ഇവർ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് ഇവരെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആമിന ഫൈസിയോട് പറഞ്ഞു, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ച് കാണും, നിങ്ങളെയും തെറ്റിദ്ധരിച്ച് കാണും. അവൻ പറഞ്ഞു, നാട്ടുകാരുടെ വർത്താനം നമ്മൾ കേൾക്കേണ്ട, നമുക്ക് നമ്മുടെ ജീവിതമല്ലേ, നീ പോയിക്കോളൂ ധൈര്യമായിട്ട്, ഇൻഷാ അല്ലാ നാളെ കാണാം. ആമിനയെ വീട്ടിലിറക്കി ഫൈസി തിരിച്ച് ഫൈസിയുടെ വീട്ടിലേക്ക് പോയി. ഇതിനിടയിൽ ഫൈസിയുടെ സിസ്റ്റർ ബുഷറ വീട്ടിൽ നല്ലൊരു പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആമിനയും ഫൈസിയും തമ്മിലുള്ള ബന്ധം പപ്പയോടും അമ്മയോടും പറയുകയും അവർ തമ്മിൽ 3 പേരും കൂടിയിട്ട് ഒരു തന്ത്രം പ്രയോഗിച്ചിരുന്നു. ഫൈസിയെ ആരും അറിയാതെ ഗൾഫിലേക്ക് കയറ്റിവിടണം, എന്നിട്ട് അവനും അവളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം. ഇതൊന്നും അറിയാതെ ഫൈസി വീട്ടിലോട്ടേക്ക് കയറി. പപ്പയോടും അമ്മയോടും അവൻ സലാം പറഞ്ഞു അവൻ്റെ റൂം ലക്ഷ്യമാക്കി പോയി. റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി. അതിനിടയിലാണ് ബുഷറയുമായി ഒന്ന് കണ്ടുമുട്ടിയത്. ബുഷറയ്ക്ക് അപ്പോൾ ഒരു പരിഹാസ ചിരി ഉണ്ടായിരുന്നു. എന്താണെന്ന് അവനക്ക് മനസ്സിലായില്ല. പിന്നീട് പപ്പ ബുഷറയോട് പറഞ്ഞു, ഫൈസിയെ ഒന്ന് വിളിക്ക്, എനിക്ക് അവനോട് സംസാരിക്കാനുണ്ട് എന്ന്. അങ്ങനെ പപ്പ ഫൈസിയോട് സംസാരിച്ചു. ഗൾഫിൽ ആകെ ബിസിനസ് ഡള്ളായിട്ടിരിക്കുകയാണ്, നീ ഒന്ന് പോവണം, നീ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമാക്കിയിട്ട് തിരിച്ചു പോരി. ഫൈസി ആകെ അമ്പരന്ന് പോയി. അവൻക്കാകെ ടെൻഷനുമായി കരച്ചിലും വന്നു. പപ്പയുടെ മുന്നിൽ നിന്ന് കണ്ണുകളിലുള്ള ആ കണ്ണുനീർ അടക്കിപ്പിടിച്ച് അവൻ സമ്മതിച്ചു. അങ്ങനെ അവൻ ദുബൈയിലോട്ടേക്ക് പോയി. അവിടെ സങ്കടത്തോട് ദിവസങ്ങൾ കഴിച്ചു കൂട്ടി. അവൻ്റെ മനസ്സിൽ ആമി അന്നും ഒരു കനലായ തീയായിരുന്നു. അവനക്ക് ആമയെ കാണാതെ ജീവിക്കാൻ പറ്റിയില്ല. അവനക്ക് ആമയോടുള്ള സ്നേഹം കൂടിക്കൂടി വരികയും ചെയ്തു. നാട്ടിൽ വരാൻ പറയുമ്പോൾ പപ്പ ഓരോരോ കാരണം പറഞ്ഞിട്ട് പപ്പ ഗൾഫിലോട്ടേക്ക് വരികയുമില്ല. അവനെ അവിടെ തന്നെ പിടിച്ചു നിൽപ്പിച്ചു. ഫൈസി ഉള്ളിലുള്ള സങ്കടങ്ങൾ അടക്കി ഒതുക്കി ജീവിക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. എങ്കിലും അവനക്ക് ആമയെ മറന്ന് ഒരു പെണ്ണിനെ സ്നേഹിക്കാനോ വാത്സല്യം കൊടുക്കാനോ ഒന്നിനും അവനക്ക് കഴിയില്ലായിരുന്നു. ഭാര്യയായിട്ട് കാണാനോ ഫ്രണ്ടായിട്ട് കാണാനോ വേറൊരു പെണ്ണിനോട് സംസാരിക്കാനേ അവനക്ക് കഴിയില്ലായിരുന്നു. അവനാകെ ഡിപ്രഷനിലായി. അതിനിടയിൽ പപ്പ നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. പപ്പ നാട്ടിൽ വന്നപ്പോൾ അവനക്ക് ഒരു കല്യാണ ബന്ധം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അവനക്ക് സമ്മതമില്ലാതെ സമ്മതിക്കേണ്ടി വന്ന ഒരു അവസ്ഥയായിരുന്നു. എങ്കിലും അവൻ പല തവണ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആമയെ ഇഷ്ടമാണ്, അവളെയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത് എന്ന്. അതിനിടയിൽ ഒരു വാർത്ത വന്നു. ആമയും ആമയുടെ സഹോദരനും പുറത്ത് പോയപ്പോൾ ആക്സിഡൻ്റ് ആയി. അതിനിടയിൽ ആക്സിഡൻ്റ് പറ്റി സഹോദരന് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആമയ്ക്ക് ഇത് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ആമയുടെ പിന്നീടുള്ള ജീവിതങ്ങൾ സങ്കടങ്ങളുടെയും കരച്ചിലുകളുടെയും കണ്ണീരുകളുടെയും ആയിരുന്നു. അവൾക്ക് എന്തെന്നറിയില്ല. അവളുടെ സാമ്പത്തികമാകെ തകർന്നു പോയി, ജോലി പോയി. ആമിനയുടെ വീട്ടിൽ പിന്നീട് പട്ടിണികളുടെ ദിവസമായിരുന്നു. അവൾ ഒരുപാട് വിശന്നിരുന്നു. ഉമ്മയും അവളും ആകെ കരഞ്ഞ്. എന്തെന്നറിയില്ല. അവൾക്ക് ഡോക്ടർ ഭാഗം പിന്നീട് കംപ്ലീറ്റ് ചെയ്യാനായില്ല. ആയങ്ങളോളമുള്ള വിഷമങ്ങളിൽ അവൾ കണ്ണീരിലായിട്ട് വീടിൻ്റെ റൂമിലിരിക്കുമ്പോൾ ഉമ്മ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഉമ്മ അവളെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, നീ തളരരുത്, നീയാണ് നമ്മുടെ ആശ്രയം, നീയാണ് നമുക്ക് എല്ലാം, നിൻ്റെ മുന്നിലാണ് നമ്മളുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ തളരരുത്, നീ പഠിപ്പ് മുന്നോട്ട് തുടരണം എന്ന് പറഞ്ഞു. അതിനിടയിൽ അവൾ ഒന്ന് ആലോചിച്ചു. പഠിപ്പ് തുടരണമെങ്കിൽ ഒരുപാട് കാശ് വേണം, ഇവിടെ വീട്ടിലാണെങ്കിൽ പട്ടിണിയുമാണ്, അതിനിടയിൽ എനിക്ക് ഡോക്ടർ ഭാഗം പഠിക്കാനാവില്ല. അങ്ങനെ അവൾ ആ ഡോക്ടർ കോളേജിൽ നിന്ന് ഒഴിവാവുകയും വേറൊരു കോളേജിൽ നെയ്സായിട്ട് പഠിക്കാൻ കയറുകയും ചെയ്തു. അതിനിടയിൽ അവൾ ആ ഒരു നെയ്സിൻ്റെ പഠനം പൂർത്തിയാക്കി. നെയ്സിൻ്റെ പഠനം പഠിക്കാൻ പോകുമ്പോഴും അവൾ വീട്ടുജോലികളൊക്കെ ചെയ്തു കൊടുക്കുകയും വേറെ ജോലികൾ വേറെ വീടുകളിൽ പോയിട്ട് ചെയ്യുകയും അങ്ങനെ കാശുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ജോലി നേടി. അതിനിടയിൽ അവൾക്ക് വീട്ടിൽ പഠിക്കാനായിട്ടും വീട്ടാവശ്യങ്ങൾക്കും അവൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ലോണ് മാസം അവൾക്ക് പിന്നീട് അടക്കാൻ കഴിയാതെ വന്നു. അതിനിടയിൽ മാസം തെറ്റിയത് കാരണം ജപ്തി വീട്ടിലോട്ടേക്ക് വന്നു. 15 ദിവസത്തിനകം വീട്ടിലെ ലോണ് അടച്ചു തീർത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ടതും അവൾക്ക് പിന്നീട് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ അവൾ മുന്നിലുള്ള വഴികളൊക്കെ അടഞ്ഞ് ആകെ സങ്കടത്തിലായി. ദാരിദ്ര്യം വന്ന് മുറുകിക്കൊണ്ടിരിക്കുന്നു. പഠിക്കാനും ജോലി ചെയ്തിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നില്ല. ഒരു സൈഡിൽ പപ്പയുടെ ചികിത്സ, ഒരു സൈഡിൽ അമ്മയുടെ ചികിത്സ, ഒരു സൈഡിൽ കുടുംബത്തിന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കേണ്ട ആവശ്യ നിർവഹണം, ഒരു സൈഡിൽ ജപ്തിയുടെ ലോണ്.
ഒരു സൈഡിൽ എൻ്റെ ആവശ്യങ്ങൾ, ഇതൊക്കെ കൂടി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. സാലറി തികയുന്നില്ല. ഹോസ്പിറ്റലിൽ ഒരു ദിവസം അവൾ ജോലിക്ക് വന്നതിനിടയിൽ അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാൽ ഒരു സൈഡിൽ ഇരിക്കുകയായിരുന്നു. എന്താണ് പറ്റിയത് എന്ന് ആ ഹോസ്പിറ്റലിലുള്ള OPയിലുള്ള ഒരു ഡോക്ടർ ചോദിച്ചു. അവളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറായിരുന്നു. അവൾ ഡോക്ടറോട് കാര്യങ്ങളൊന്നും ആദ്യം പറഞ്ഞില്ല. ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ നാളെ മുതൽ ലീവാണ് എന്ന് പറഞ്ഞു. അതിനിടയിൽ ഡോക്ടർ കാര്യങ്ങൾ തിരക്കിയതോടെ നീ സെറീന മേഡത്തെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. സെറീന മേഡം ഈ ഹോസ്പിറ്റലിൻ്റെ മുതലാളിയുടെ മകളാണ്, നീ ഒന്ന് പോയിട്ട് കാണണം. അവൾ അങ്ങനെ സെറീന മേഡത്തെ കാണാൻ പോയതും സെറീന മേഡം അവളോട് പുച്ഛത്തോടെ കുറേ സംസാരിക്കുകയും സെറീന മേഡത്തോടൊപ്പം ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കാനാണ്. സെറീന മേഡത്തിൻ്റെ കുഞ്ഞിനെ ആ ഒരു ഗർഭപാത്രത്തിൽ ചുമയ്ക്കാൻ. ഒരു നിമിഷം അവളാകെ പകച്ചുപോയി. സങ്കടം കൊണ്ട് അവളാകെ ഉയർന്നു വീഴും പോലെ അവൾക്ക് തോന്നി. കണ്ണീരിൽ മുങ്ങി നനഞ്ഞു. വിവാഹം കഴിയാത്ത ഞാൻ ഗർഭം ധരിക്കാനോ? താങ്കൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കിതിന് സാധിക്കില്ല. നാട്ടുകാർ എന്നെ എന്ത് പറയും? വീട്ടുകാർ എന്ത് പറയും? എനിക്കിതിന് പറ്റില്ല. എൻ്റെ മാനം കാത്തു സൂക്ഷിക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ എന്നവൾ പറഞ്ഞതും സെറീന മേഡം രൂക്ഷത്തോടെ അവളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു. നീ നിൻ്റെ അഹങ്കാരം മാറ്റിവെക്ക്, നിനക്ക് വേണ്ടിയാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞതുകൊണ്ട് ആമിന അവിടെ നിന്ന് കരയുകയും ചെയ്തു, സമ്മതിക്കുകയും ചെയ്തു. വീട്ടിലുള്ള ഉമ്മയെയും ഉപ്പയെയും മുഖം മനസ്സിൽ ഓർമ്മ വന്നതോടെ അവൾ ഗർഭിണിയാവാൻ സമ്മതിച്ചു. IVFയിലൂടെ സെറീന മേഡത്തിൻ്റെ ഭർത്താവ് അവിടെ വരികയും ഭർത്താവിനെ ഇവൾ കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനിടയിൽ സെറീന മേഡത്തിൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുകയും മാസങ്ങൾ കഴിഞ്ഞു പോവുകയും വയറു പൊങ്ങുകയും ചെയ്തു. മാസങ്ങളിൽ കറക്റ്റായിട്ട് ചെക്കപ്പ് നടക്കുകയും ചെയ്തു. നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാം അതിശയമായി. വിവാഹം കഴിയാത്ത ആമിന എങ്ങനെ ഗർഭിണിയായി? ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണ്? വീട്ടിൽ പോയാൽ അവിടെ പരിഹാസങ്ങൾ, നാട്ടിൽ പോയാൽ അവിടെ പരിഹാസങ്ങൾ, എവിടെ ചെന്നാലും ദിവ്യഗർഭം എന്ന് പറഞ്ഞുള്ള ആട്ടപരിഹാസങ്ങൾ അവൾ സഹിച്ചു കൊണ്ടിരുന്നു. സെറീന മേഡത്തിന് ഒരു ഭീഷണി ഉണ്ടായിരുന്നു, ആരും ഇതറിയരുത്, പുറത്താരും അറിയരുത് എന്നുള്ളത്. അങ്ങനെ അവൾ ആ ഗർഭത്തിലും അവളുടെ ഡ്യൂട്ടി തുടരുകയും ചെയ്തു. സെറീന മേഡം എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടും അവൾ പറഞ്ഞു, എനിക്കാരുടെയും സഹായം ആവശ്യമില്ല, ഞാൻ ജോലി ചെയ്തിട്ട് തന്നെ ജീവിക്കും, തീരെ വയ്യാതെ ആവുമ്പോൾ ലീവ് മതി എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അവൾ ജോലി ചെയ്തു. അവളെ എല്ലാവർക്കും ബഹുമാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമായിരുന്നു. ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ രോഗികൾക്കും ആമിയെ കാണാതെ ഒരു നിമിഷം പോവാൻ കഴിയില്ലായിരുന്നു. എല്ലാവരെയും സ്നേഹത്തോടെ പരിചരിക്കുകയും സ്നേഹത്തിൻ്റെ നിധി എന്താണെന്ന് അറിയിക്കുകയും ചെയ്ത ആമിനയ്ക്ക് പിന്നീട് ഒരാളുടെ സഹായം ആവശ്യം വന്നു തുടങ്ങി. ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ, എന്നെ കെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ആമിന ഇടയ്ക്കിടെ പൊട്ടിക്കരയുമായിരുന്നു, ആരും കാണാതെ. അതിനിടയിൽ അവിടെ പുതിയൊരു ഡോക്ടർ ജോയിൻ ചെയ്തു, ഡോക്ടർ ഷമ്മാസ്. സാധാരണ ഒരു നേഴ്സിനെ കാണുമ്പോൾ തന്നെ ഇവളെ കാണുകയും ചെയ്തു. ഇവൾ ഗർഭിണിയായത് കാരണം ഇവൾ ഗർഭത്തെ ശ്രദ്ധിക്കാതെ നടക്കുകയും ഓടുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഡോക്ടർ അവളെ വല്ലാതെ ആജ്ഞാപിക്കും. നീ എന്താണ് ചെയ്യുന്നത്? നീ ഒരു നഴ്സല്ലേ, ഗർഭിണിയല്ലേ, പതിയെ നടക്കണം, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ പറയുകയായിരുന്നു. അപ്പോൾ തനിക്കെന്താ, ഞാൻ നടന്നു കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിച്ച് അവൾ ഡോക്ടറോട് തർക്കിക്കാൻ നിൽക്കും. നിന്നെയൊക്കെ സഹിക്കുന്നവൻ സമ്മതിക്കണം എന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. പിന്നീട് ഡോക്ടർക്ക് ഇവളുടെ ചെക്കപ്പിൻ്റെ ദിവസം വന്നപ്പോൾ ഇവളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതിനിടയിൽ ഡോക്ടർക്ക് സഹതാപം തോന്നി. അവർ രണ്ടുപേരും കണ്ണുകളിലൂടെ നോക്കി. ആമിനയ്ക്ക് സങ്കടം സഹിക്കാനാവാതെ അവൾ ഡോക്ടറുടെ നെഞ്ചിലോട്ട് വീണ് പൊട്ടിക്കരയുകയും ഡോക്ടറെ വാരിപ്പുണരുകയും ചെയ്തു. ഡോക്ടർ തിരിച്ചും. അവൾക്ക് എന്തെന്നോ ഇല്ലാതെ ആരെയോ നഷ്ടപ്പെട്ട ആങ്ങളെ കിട്ടിയതുപോലെയാണ് തോന്നിയത്. ഡോക്ടർ ഷമ്മാസിൻ്റെ കെയറിങ്. ഷമ്മാസ് ആമിനയുമായി അടുത്തിടപഴകുന്നത് ആ ഹോസ്പിറ്റലിലുള്ള വേറൊരു സ്റ്റാഫിനും ഇഷ്ടമില്ലായിരുന്നു. സ്റ്റാഫുകളൊക്കെ പിന്നീട് അവിടെ അപരാധങ്ങൾ പറഞ്ഞു പരത്തി. ഈ ഗർഭത്തിന് ഉത്തരവാദി ഷമ്മാസ് ആണ്. ഷമ്മാസ് ഇന്നലെ വന്ന ഡോക്ടർ, ആ ഷമ്മാസാണ് ഗർഭിണിക്ക് ഉത്തരവാദി എന്ന് ആ ഹോസ്പിറ്റൽ ആകെ പരക്കുകയും ചെയ്തു. എന്നാൽ ഷമ്മാസിന് ഇതൊന്നും ഭയമില്ലായിരുന്നു. ഇവളുടെ സത്യാവസ്ഥ അറിയുന്നത് കൊണ്ട് തന്നെ അവളോട് നല്ല സ്നേഹത്തിലും ബഹുമാനത്തിലും കെയറിങ്ങിലും ഇവളോട് പെരുമാറി. ഇതിനിടയിലാണ് സെറീന മേഡത്തിൻ്റെ ഭർത്താവ് നാട്ടിൽ വരികയും ചെയ്തു. ഭർത്താവ് ആരായിരിക്കും? ഭർത്താവിനെ കണ്ടതും ആമിന ആകെ അമ്പരന്നു. അവൾക്ക് പിന്നെ ബോധം പോയി. എന്തായിരിക്കും അവിടെ നടന്നത്?